എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധാ ചേരുവകൾ മാത്രം മതി ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനാണെങ്കിലും. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് തീരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണിത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ നമ്മൾ 2 സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു സവാളയൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും നമുക്കിവിടെ നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. തക്കാളി നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഒരു മീഡിയം വലിപ്പമുള്ളത് എടുത്തിട്ട് ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് വഴണ്ടി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് ഉടയാൻ വേണ്ടിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്താലും മതി. അപ്പോൾ തക്കാളി ഇവിടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. തക്കാളിയുടെ ഒരു പച്ച ചുവയൊക്കെ നല്ല പോലെ തന്നെ മാറി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ ആണെങ്കിൽ ആ ഒരു പച്ചമണമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഈ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയും കൂടെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തേങ്ങ ഇതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 4 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം ഓയിലും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ചിക്കി എടുക്കണം. തീയൊന്ന് കുറച്ചിട്ടിട്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാതെ തീരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് ചിക്കിയിട്ടെടുക്കുക. ഇതിലൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൊണ്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതുപോലെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല പൊടിയായിട്ടൊന്ന് ചിക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മാത്രം ഞാൻ ഇതിലേക്ക് മൈദാമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു 1/4 കപ്പ് മൈദാമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പച്ചവെള്ളം തന്നെയാണ്. ഏകദേശം നമുക്ക് 1 കപ്പൊക്കെ എടുത്ത് വെള്ളം ആവശ്യമായിട്ട് വരത്തുള്ളൂ. 1 കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് നമുക്ക് എന്തായാലും ബാക്കി വരും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം മയത്തിലൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല മയത്തിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മാവിന് ഒട്ടും തന്നെ ബലം ഉണ്ടാകാൻ പാടില്ല.
നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചിട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ കുഴച്ചിട്ടെടുത്താൽ മാത്രമേ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിയൊന്നും പോകാതെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും നെയ്യ് ഇതൊന്നും തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന മാവാണ്. ഇനി മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ എടുക്കുക. ഏകദേശം നമ്മളൊരു 2 ചപ്പാത്തിയൊക്കെ പരത്താൻ എടുക്കുന്ന അത്രയും മാവ് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് പൊടി ഇതുപോലെ എടുത്ത് വെക്കുക. മൈദാമാവോ ഗോതമ്പ് പൊടിയോ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് എല്ലായിടത്തുനിന്നും പൊടിയൊന്ന് ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മൾ ചെറിയതായിട്ട് ഇതിലൊന്ന് പരത്തി കൊടുക്കുക, റൗണ്ട് ആക്കിയിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ഫില്ലിങ് നമ്മൾ നിറയ്ക്കേണ്ട, ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു അറ്റത്തൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് വീണ്ടും നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിയിൽ മുക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് ബലം കൊടുക്കാതെ പതിയെ വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അകത്തെ ഒരു ഫില്ലിംഗ് ഒന്നും പൊട്ടിപ്പോകാതെ അധികം ബലം കൊടുക്കാതെ പതിയെ നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി ഒന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ, ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയിട്ടെടുക്കാം. എല്ലാം തന്നെ ഒന്ന് ഫില്ലിങ് വെച്ചൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ചുട്ടിട്ടെടുക്കാം. പാൻ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുകയാണ്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം സ്വല്പം നെയ്യ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക. നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും തൂത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നെയ്യൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു വശം കൊണ്ട് നമുക്ക് സ്വല്പം നെയ്യ് ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ അത്യാവശ്യം ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വശവും നല്ലപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്തേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ആലു പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഉള്ളിലെ ഫില്ലിങ്ങിന് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.